നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. കേരളത്തെ ടൂറിസം ഹബ്ബാക്കുമെന്ന് സുരേഷ് ഗോപി. ഇതുവരെ ആരും തൊടാത്ത ടൂറിസം മേഖലകൾ കണ്ടെത്തും. കേരളം ടൂറിസത്തിന്റെ പ്രീമിയം ഡെസ്റ്റിനേഷൻ ആണെന്നും പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യും. എന്നിട്ട് ടൂറിസത്തിൽ ഇന്ത്യയുടെ തിലകക്കുറിയായി കേരളത്തെ മാറ്റുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ഇത് 5 വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അതിന് ആരുടെയൊക്കെ ഉപദേശമാണോ ആവശ്യം അത് സ്വീകരിക്കും. കേരളത്തിൽ നിന്ന് ടൂറിസം DG ആയി പ്രവർത്തിച്ചിട്ടുള്ള 3-4 പേരെ ഇതിനായി തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള കാഡറിൽ നിന്നുള്ള മലയാളികളായ ആളുകളെ കൊണ്ടുവരും. സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കും. കേരളത്തെ ടൂറിസം ഹബ്ബാക്കും. ഇതുവരെ ആരും തൊടാത്ത ടൂറിസം മേഖലകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കും. പുതിയൊരു രുചി നൽകാൻ പറ്റുന്ന ടൂറിസം മേഖലകൾ അന്വേഷിക്കും. ഏറ്റെടുത്ത സിനിമകൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും സംസാരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്റെ ആവശ്യങ്ങൾ ഞാൻ അറിയിക്കും. എനിക്ക് വേണ്ടുന്ന പിന്തുണ തേടും. കേന്ദ്രമന്ത്രി പണിയും നടക്കും, സിനിമാ പണിയും നടക്കും. എന്റെ സെറ്റിൽ ഒരു ഓഫീസ് ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കും എങ്കിൽ പോലും എന്തായാലും എൻ്റെ സെറ്റിൽ ഒരു ഓഫീസ് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതായത് ഉറപ്പായിട്ടും ആ ഒരു സെറ്റിൽ തീർച്ചയായിട്ടും കേന്ദ്ര സഹമന്ത്രി എന്ന നിലയ്ക്കുള്ള ഒരു സെറ്റൊക്കെ തനിക്ക് തൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി താല്പര്യമെടുത്താൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് എയിംസ് വരുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എയിംസിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കും. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എയിംസിന് വേണ്ടി നൽകിയ സ്ഥലം പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. പക്ഷേ ലിസ്റ്റിൽ വന്നില്ല. ലിസ്റ്റിൽ വന്നാൽ ബജറ്റിൽ വെച്ച് തീർച്ചയായും സാധിച്ചെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിലവിൽ കോഴിക്കോട് ജില്ലയാണ് സംസ്ഥാന സർക്കാർ എയിംസിന് വേണ്ടി സ്ഥലം കണ്ടിരിക്കുന്നത്. എന്നാൽ എൻഡോസൾഫാൻ ബാധിത പ്രദേശമായ കാസർഗോഡ് എയിംസ് പോലൊരു ആരോഗ്യ സ്ഥാപനം വേണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. പ്രദേശവാസികൾ വൻതോതിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു സ്ഥലത്ത്, അതായത് കാസർഗോഡാണോ കോഴിക്കോടാണോ എന്ന കാര്യത്തിലൊക്കെ വരും ദിവസങ്ങളിൽ തീരുമാനം അറിയാം. അതേസമയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ദില്ലിയിൽ നിന്ന് രാത്രി കോഴിക്കോടെത്തും. തളി ക്ഷേത്രം അദ്ദേഹം സന്ദർശിക്കും. ജില്ലയിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ രാവിലെ അദ്ദേഹം ട്രെയിൻ മാർഗം കണ്ണൂരിലേക്ക് പോകും. പയ്യാമ്പലം ബീച്ചിലാണ്. മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തും. മാത്രമല്ല, നായനാരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ കാണും എന്ന സൂചനയൊക്കെ കിട്ടുന്നുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രം അടക്കമുള്ള ആരാധനാലയങ്ങൾ ദർശിക്കും. മറ്റന്നാൾ തൃശ്ശൂരിലേക്ക് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. മാത്രമല്ല, പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് പെട്രോൾ സാന്നിധ്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പഠനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്രതീക്ഷിതമായി കിട്ടിയ വകുപ്പാണ് പെട്രോളിയം വകുപ്പ്. ഭാരിച്ച ഉത്തരവാദിത്തമാണിത്. വിശദമായി പഠിച്ചു വേണ്ടതുപോലെ പ്രവർത്തിക്കും. ശാസ്ത്രഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തിന് എത്തിയാണ് സുരേഷ് ഗോപി ചുമതലയേറ്റത്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി സുരേഷ് ഗോപിയെ മന്ത്രാലയത്തിലേക്ക് സ്വീകരിച്ചു. വകുപ്പ് സെക്രട്ടറിമാരും അവിടെ ഉണ്ടായിരുന്നു. ശേഷം ട്രാൻസ്പോർട്ട് ഭവനിലുള്ള ടൂറിസം വകുപ്പ് കാര്യാലയത്തിലേക്ക് സുരേഷ് ഗോപി വരികയായിരുന്നു. ടൂറിസം വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കും. ഒരിടത്തും നിരാശനാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.